ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് റൈസ് പുലാവാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം. ചോറ് വീട്ടിലുണ്ടെങ്കിൽ, കുറച്ച് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. വെറുതെ ചോറും കറിയും ആ സെയിം ടേസ്റ്റ് തന്നെ വേണ്ട. ഇപ്പോൾ ലഞ്ചിനാണെങ്കിലും അത്താഴത്തിനാണെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ചോറേ ഉള്ളൂ, പെട്ടെന്ന് വേറെ വല്ല ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇത് ചെയ്താൽ നല്ല രുചിയോടുകൂടെ കഴിക്കാൻ പറ്റും. റൈസ് പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് സ്റ്റൗവിൽ പാൻ വയ്ക്കുക. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വേറെ എന്ത് എണ്ണ വേണമെങ്കിലും വയ്ക്കുക. ഒരുപാട് അധികം ഫ്ലേവറുള്ളത് എടുക്കരുത്. ഈ എള്ളെണ്ണ അങ്ങനെയുള്ളത് എടുക്കരുത്. നമ്മുടെ റൈസിൻ്റെ ഫ്ലേവർ പോകും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്കും ഫ്ലേവറുണ്ട്, പക്ഷേ നമ്മുടെ മലയാളികൾക്ക് വെളിച്ചെണ്ണ വളരെ പ്രിയങ്കരമാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുഴപ്പമുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ, കനോള ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അങ്ങനത്തെ ഉള്ളത് ഉപയോഗിക്കാം, അധികം ഫ്ലേവർ വേണ്ടെങ്കിൽ. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസ്, ഇത് ഫ്രോസൺ ആണ്. ഇതിനകത്ത് ചോളമുണ്ട്, ക്യാരറ്റുണ്ട്, ബീൻസുണ്ട്, ലൈമ ബീനുണ്ട്. ഇതിൽ വേറെയും പലതുമൊക്കെ പല വെജിറ്റബിൾസ് ഉള്ളത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രോസൺ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, അധികം വെള്ളം വരാത്ത വെജിറ്റബിൾസ് എടുത്ത് ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ റൈസ് പുലാവ് ഉണ്ടാക്കാം. എണ്ണ ചൂടായി. ഇത് കറിവേപ്പില എപ്പോഴും നമ്മൾ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഫ്ലേവർ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ചുകൂടെ ഫ്ലേവർ, നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട് അധികം ഫ്ലേവർ ഇല്ലയെന്ന് വെച്ചോ, ഇച്ചിരി കൂടെ ഒന്ന് ഫ്ലേവർ വേണമെന്ന് വെച്ചാൽ ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചൊരു ഹോൾ സ്പൈസ്, അതായത് ഒരു ബേ ലീഫ്, ഒരു പട്ട, 1-2 ഗ്രാമ്പൂ, ഏലക്ക, ഇത്രയും കൂടി ഇട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഇട്ടാൽ അതിന് കുറച്ചുകൂടെ ഫ്ലേവർ കൂടും. അപ്പോൾ നമുക്ക് ഇത് ഈ റൈസ് പുലാവ് ഉണ്ടാക്കുന്ന ഒരു കല്ലിൽ എഴുതി വെച്ച റെസിപ്പി പോലെയല്ല. നമുക്കത് മാറ്റിപ്പിടിക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം. അതിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹോൾ സ്പൈസ്, അതിനകത്ത് അത് ഇടുന്നതിന് പകരം ഇപ്പോൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ വരും. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതിടാം. അപ്പോൾ നമുക്കിതെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ബേസിക് നല്ല ഫ്ലേവറുള്ള ഒരു ഐറ്റമാണ്. അതിലും ഫ്ലേവറായിട്ടും ഉണ്ടാക്കാം. അതങ്ങനെയാണല്ലോ ഓരോ ഐറ്റംസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം മലയാളികളാണെങ്കിൽ പണ്ടത്തെ പോലെ അവിയലും സാമ്പാറും പുളിശ്ശേരിയും അത് മാത്രമായിട്ട് കഴിഞ്ഞേനെ. ഓരോന്ന് പലതായിട്ട് ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരണം. അപ്പോൾ എല്ലാം നിങ്ങൾ ബേസിക്കായിട്ട് കണക്കാക്കി അതിനകത്ത് ഇമ്പ്രൂവ്മെൻ്റ് വേണമെങ്കിൽ ചെയ്ത്, തീ കുറച്ച് വയ്ക്കുന്നേ, ഒരുപാട് വേണ്ടി ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഇത് ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഗരം മസാല, എൻ്റെ ഗരം മസാലയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പ് വേണ്ടതുപോലെ, ഒരു 1/4 ടീസ്പൂൺ എന്ന് വെച്ചാൽ റൈസിനകത്തും ഉപ്പുണ്ട്. ഇത് പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കുന്നു. എന്നിട്ട് മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് ഒരു 3-3.5 കപ്പ് വെന്ത ചോറ്. ഇത് ഞാൻ ബാസ്മതി റൈസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബാസ്മതി റൈസിന് കുറച്ച് ഓൾറെഡി ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് നല്ലതാണ്. ഇപ്പോൾ ബാസ്മതി റൈസ് ഇല്ലെങ്കിൽ നമ്മുടെ നാടൻ അരി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രൈ ആകാണ്ട് നോക്കണം. എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം. മിക്സായല്ലോ.
കണ്ടാ അതിൻ്റെ കളറും ആ വെജിറ്റബിൾസ് കിടക്കുന്ന കിടപ്പ് നോക്ക്. ഇപ്പം തന്നെ അങ്ങോട്ട് വാരി കോരി തിന്നാൻ തോന്നും. പക്ഷേ കൺട്രോൾ അങ്ങനെ വാരി തിന്നരുത്, അടുപ്പത്തുനിന്ന് വാരി തിന്നരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ. അത് വെയിറ്റ് ചെയ്യണം. നമ്മളെന്താ ചെയ്യാൻ പറയുന്നത്? കരിവേപ്പില, സോറി കരിവേപ്പിലയല്ല, മല്ലിയില. കരിവേപ്പില നമ്മൾ ആദ്യം ഇട്ടായിരുന്നു, മല്ലിയില ഇട്ടു. ഇനി ഫ്രൈഡ് ഒണിയൻസ് ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് മേടിച്ചതല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കേണ്ട വിധം നോക്കി ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കി വയ്ക്കുക. ഇത് ഉണ്ടാക്കി വെച്ചാൽ 5-6 ദിവസം കേടുകൂടാണ്ട് പുറത്ത് തന്നെ ഇരുന്നോളൂ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇരുന്നോളൂ. ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്താ മണം! നമ്മുടെ വീഡിയോസിൻ്റെ മിക്കതിൻ്റെയും ആദ്യമേ പറയുന്നത് പോലെ യമ്മി. ഇപ്പം 3-3.5 കപ്പ് വെന്ത ചോറെടുത്തപ്പം 2 പേർക്ക് നല്ലോണം കഴിക്കാൻ ഉള്ള പോർഷനുണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഒരാൾ തന്നെ തീർത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത്. ഞാനൊരു നോർമൽ ആളിൻ്റെ കാര്യമായിട്ടാണ് പറയണത്, നിങ്ങളെ പറ്റിയല്ല. നിങ്ങൾ ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് പറയും ഓക്കെ ആപ്പറ്റൈസർ കിട്ടി, ഇനി എവിടെ മെയിൻ കോഴ്സ് എന്ന് ചോദിക്കായിരിക്കും. അങ്ങനെയൊന്നും ചോദിച്ചേക്കരുത്. നമ്മൾ നമ്മുടെ വയറ് അറിഞ്ഞ് വേണം കഴിക്കാനായിട്ട്. അതുകൊണ്ട് ചില്ലി ചിക്കൻ ഇപ്പം 2 കൂടെ വച്ചിട്ട് ഒരു കോമ്പിനേഷൻ വീഡിയോ എടുത്ത് തരാം. റൈസ് പുലാവ്, ചില്ലി ചിക്കൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവരോടും കൂടെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി ജേർണി ടു ദ വേൾഡ് ഓഫ് കുക്കിംഗ് ബൈ അനിൽ. വെൽക്കം ബാക്ക്.